എന്തിനാണ് പുതിയ വ്ളോഗ് പറ, എന്തിനാ വന്നേ? നമ്മൾ കൃഷി ജില്ലാ വിത്ത് കൃഷി തോട്ടത്തു കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞ ഒരു 100 കിലോമീറ്റർ 100 ഏക്കർ അല്ലേ? 100 ഏക്കറുണ്ട്. 100 ഏക്കർ മിനിമം ഉണ്ടാവുന്നാണ് ബീന ടീച്ചർ പറഞ്ഞത്. പിന്നെ ടീച്ചറിന്റെ ഹസ്ബൻഡ് ഇവിടെ ടീച്ചറിന്റെ ഹസ്ബൻഡ് ഇവിടെ മെയിൻ ആണ്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ കാണാൻ വന്നതാണ്. കൊറേ കറങ്ങി, കൊട എടുക്കാത്ത ഒരു വലിയ മോശമായി പോയിന്ന് തോന്നുന്നുണ്ട്. വിഷയല്ല, കുറച്ച് വെയിലൊക്കെ കൊള്ളട്ടെ. എന്താണ് വിറ്റമിൻ ഡിയോ? അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇതിന്റെ വിയറ്റ്നാം വെർലിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷത്തില് 2 പ്രാവശ്യം അത് നന്നായി കായ്ക്കും. അപ്പൊ നമുക്ക് ചക്കല്ലാത്തൊരു ഓഫ് സീസൺ ആണ് ഈ സമയത്ത്. ഇതുമ്പോ ഇടിച്ചക്ക മൂത്ത ചക്ക വരെ ഉണ്ടായിരുന്നു. അപ്പൊ ആനയുടെ ശല്യം കാരണം ഞങ്ങൾ ചക്ക മൂക്കാൻ നിൽക്കാറില്ല. അതിന്റെ മുമ്പ് തന്നെ ഇടിച്ചക്കയായിട്ട് വിൽപ്പന ചെയ്യാറാണ്. പിന്നെ അതുപോലെ ഓഫ് സീസൺ അല്ല, ഇത് രണ്ടിന്റെ ഇടയിൽ ചില സമയത്ത് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ നട്ടാൽ 1-2 ഇടിച്ചക്ക കിട്ടുന്ന രീതിയിൽ, ചക്ക കിട്ടുന്ന രീതിയിൽ അത് ഓഫ് സീസണിൽ ഒരു 3ാമതൊരു കായ്ക്കലും കൂടി ഉണ്ട്. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് ഇതിൽ. ഈ പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്, വിദേശവർഗം, പല വർഗ്ഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു പ്രോജനിയാണ്. നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സയോണൊക്കെ അറിയില്ലേ? ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിച്ചു തോന്നുന്നു അല്ലേ? ഗ്രാഫ്റ്റിംഗ് ഒക്കെ നമ്മൾ ഇതായിരിക്കും പഠിച്ചത്. ചെയ്യുന്നുണ്ട്. അതിന്റെ തൈകളുടെ സയോൺ നമുക്ക് വേണ്ട ഭാഗം, പൊട്ടിച്ചെടുക്കാനുള്ള ഭാഗമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണിത്. നിങ്ങൾക്ക് കാണാം അല്ലേ? കണ്ടില്ലാന്ന് പറഞ്ഞ എല്ലാരും കൂടെ ഒരിടത്തേക്ക് അവക്കാടോ കണ്ടിട്ടുണ്ടാവില്ല, ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്നുണ്ടാവും അല്ലേ? ഉണ്ടാവും, ഇതൊന്ന് കുടിച്ചു നോക്കുന്നുണ്ടോ? തിന്നല്ലേ റജിയ ഇവിടെ തന്ന എന്തായാലും പറിച്ചില്ലേ? അടിപൊളി. ഇല്ല രസല്ല, പുളി നല്ല ടേസ്റ്റ് ഉണ്ട്. എടുക്കണ 2 എടുത്തു, 2-3 എടുക്കും. താട്ട് അത് മതി. ഇടാൻ പുളി. എടി അടുത്തോല എന്നാണ് ഷിഫ്ന തന്നോ താട്ട് ഇജെടുത്തതാ തിന്നാന്. ഒരു നിലത്തെ ആടൊക്കെ പൊറുക്കാൻ ടീച്ചറെ കാണാത്തോല മാതിരി. ആരപ്പാ തിന്നണേ? സംഭവം അടിപൊളിയല്ലേ? ഞാനാരായി? സന്തോളല്ല, സന്തോളാണ്. പിന്നെ നമ്മളെടുക്കരുത്. നമ്മളോ എന്ത്
തിരിച്ചു പോകുമ്പോ കുറച്ച് പൊറുക്കി പോണം മറ്റേത്. എടാ ഇതടാ മറ്റേ ലോലിക്ക. എവിടെ മിൽക്ക് ഫ്രൂട്ട്? എടാ കാണുന്നില്ലടാ, ഇവിടെ ഫുള്ള് മറ്റേ ഫ്ലവർ. അവിടെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ടായി കാണുന്നില്ലടാ. അടാ കുറച്ച് വായ കാണുന്നുണ്ട്. എല്ലാം കാണുന്നുണ്ട്, ഒന്നും മനസ്സിലാവില്ല. അതാണ് ജപ്പോട്ടിക്കാ. എന്താ ജപ്പോട്ടിക്കാ? ടീച്ചറെ തേനീച്ചന്റെ ക്ലാസ് ഈ പെട്ടി തെന്നു വില കുറവല്ലേ? ആനപ്പുണ്ട് നമ്മള് കാണാത്ത 4300 ഉറുപ്പ്യ എടുത്ത് നമ്മള് മറ്റോടത്ത് പോയി ആനപ്പുണ്ട കണ്ടേക്കണ്. എന്നിട്ടാണ് അപ്പൊ അത് മാത്രം കാണാൻ പറ്റും. എന്ത് വാഴ? മിറാക്കിൾ വാഴ. അതിന്റെ പഴം, അതാണ് അതിന്റെ പഴം റെഡ്. അതാണ് സൂം ചെയ്ത് പ്രത്യേകത എന്താ? പഴത്തിന് സാധാരണ ഇങ്ങനെ ഷേപ്പാ ഉണ്ടാവില്ല. എങ്ങനെ? ഇങ്ങനെ. പക്ഷെ ഇതിന് അങ്ങനെ ഷേപ്പ് വരില്ല. ഇങ്ങനെ നിൽക്കും. എവിടെ കാണാൻ കിട്ടാത്ത വാഴ. കാരണം എന്താ? സൂര്യന്റെ ലൈറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രത്യേകത പറഞ്ഞിട്ട്. വേറെ സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. നോക്കട്ടെ, ഇവിടെ പ്രത്യേക സാധനങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആകെ വെറൈറ്റി ആയിട്ടുള്ള വാഴ മാത്രമേ. അവൻ പലതരം നമ്മളൊപ്പം അല്ലേ. 10 വായ 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 കൊറേ വാഴകൾ ഫ്രണ്ടിലോ. അതിന്റെ സീസൺ കഴിഞ്ഞു. അതെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതെഴുതിയാണ്ട് നാരങ്ങളും തേനീച്ച ക്ലാസ്സും. തേനീച്ച ക്ലാസ്സിന് ശേഷം നമ്മള് ബിസിനസ് തുടങ്ങിയാണ്. തേനീച്ച ക്ലാസ്സിന് ശേഷം പരീക്ഷ ഉണ്ടാവുന്നതാണ്. ഫുഡ് നോക്കാൻ പറ്റും. റംബൂട്ടാണ്ടല്ലേ? ഇത് റംബൂട്ടാണോ? അവിടെ എന്താ നീനെ കണ്ടില്ല? ഇങ്ങനത്തെ കായാണോ പറിച്ചാൻ പറ്റാത്ത? നെല്ലാണ്. ആ ഗോതമ്പ് എവിടെ നോക്കട്ടെ. ടീച്ചറെ ഗോതമ്പ് റജീന്റെ ഗോതമ്പ്. റേഷൻ പീടിയിൽ നിന്ന് പൊടി വാങ്ങുമ്പോ അങ്ങനെ കാണും. ബഡ് ചെയ്ത് വെച്ചാണ്. ആണോ? അത് ചകിരിച്ചോറ്. ചകിരിച്ചോറും പിന്നെ വാഴ. കുറച്ച് അനപ്പിണ്ടം. എവിടെ? ആപ്പിൾ ചാമ്പക്കാണോ? ആപ്പിൾ ചാമ്പക്ക പറ്റൂല, ഈ മധുരമില്ല. പനീർ ചാമ്പ. ചാമ്പ തിന്നാൻ കിട്ടോ? ഇവിടെ എന്താണ്? ഉണ്ടാക്കി ഏതൊരു കയറെടുക്കും. അതിനുശേഷം ഇത് ഒരു 1.5 സെന്റിമീറ്റർ തൊലി കളയും. തൊലി കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇതിങ്ങനെ ചിരണ്ടി കൊടുക്കും. അല്ലെങ്കിൽ തൊലി പിന്നെയും കൂടും. എന്നിട്ട് ഇതിന് നടുക്കൊരു കയറെടുത്തിട്ട് കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ ആ തൊലി പിന്നെയും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കും. അതിന് ശേഷം പോട്ടി മിക്സർ എടുത്തിട്ട് കുറച്ച് മണ്ണും ചേർത്ത് അതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട്
നല്ല ടൈറ്റായിട്ട് കെട്ടി. നിങ്ങൾ ഏത് സ്കൂളാണ്? ഞങ്ങളുടെ മിസ്സിന്റെ ഹസ്ബൻഡ് അഗ്രികൾച്ചർ ഓഫീസറാണ്. മിസ്സിന്റെ വീട്ടിൽ കുറെ ചെടി ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം ഒരു 45 ദിവസം ആകുമ്പോഴേക്കും ഇവിടെ വേര് വന്നു. മുറിക്കുവോ? വേര് വന്നുണ്ട്. വേര് വന്ന് അതുപോലെ ഇവിടെ മുറിക്കുവോ? ഇവിടെ മുറിച്ചിട്ട് ഇവിടെ വേര് വന്നുണ്ടോ മുറിച്ചെടുക്കാം. എന്നിട്ട് അത് എന്തിലാ വെച്ചത്? ഗ്രോ ബാഗിൽ. അപ്പൊ അത് മേടിച്ചു. ആശിറൊക്കെ 4 വട്ടം വേർത്തു. ഞാൻ വന്നൊക്കെ തുടങ്ങി. 45 ഇജ്ജ് വന്നാ റനീനെ. ഇത് വേറെ ഭൂതം പോണ മുമ്പില്. എവിടെ? ഓ നേരത്തെ നമ്മള് ചെയ്ത് കണ്ട സാധനം. വേരെവിടെ പറ്റിച്ചു. ആന്റെ നമ്മളത് തേച്ചു. 45 ദിവസം കഴിയണം. ഇതിന് 45 ദിവസം ആയിട്ടുണ്ടാവും. 38 ആയിട്ടുണ്ടാവുള്ളൂ. അതിനോക്ക് ഇല്ല, ഒന്നും 45 ആയിട്ടില്ല. പോരെ എവിടെ പാമ്പാടെ? കൊടക്ക് വണ്ടി മേന്റാണ്. ചെന്താ കരുതിയേ? പക്ഷെ 2 കോടയും കൊണ്ട് വന്നാ മതിയേനി. ബിസിനസ് തുടങ്ങി. പ്രത്യേകിച്ചൊന്നും നടക്ക് ഇരുത്തൊന്നുമില്ല. ഈ സുഖണ്ടല്ലോ ബംഗാളികൾ ഇരിക്കണ മാത്രം. നല്ല സുഖം. PP ഉണ്ടാക്കണത് എങ്ങനെയെന്ന് സയൻസിൽ നിഹാനോട് ചോദിച്ചാൽ മനസ്സിലായി. ബംഗാളികളെ എങ്ങനെ ഇരിക്കണെന്ന് അറിയാം. പണിയെടുത്ത് ഇവിടെ സ്ഥലത്തിന് വിലക്കുറവുണ്ടോ? ഇതിപ്പോ റോഡിന്റെ ഉള്ളിൽ നിന്ന് കൊറേ അങ്ങോട്ട് എത്തിയില്ലേ? റനീന 80 ഏക്കർ സ്ഥലം ഉണ്ടോ അവിടെ? 40. എന്തേ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം കൂടിയിട്ട് കൊടുത്താണോ? നമുക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഓ ഓക്കെ, സീനില്ല. എത്രേനും എടുത്തേന്? അന്ന് നല്ല വിലയല്ലേ? 4-5 ഉറുപ്പിക. 4-5? ഓ, എത്ര കൊല്ലം മുമ്പ് കൊടുത്താപ്പോ? 900-ലാണ് സംഭവം. 900-ല്? അപ്പൊ എന്റെ അപ്പാക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ആ ഞമ്മള് കറങ്ങി ഇവിടേക്ക് തന്നെ എത്തിയോ? പിന്നെ 80 ഏക്കർ ചോദിച്ചു. എടാ ഇത് 80 ഏക്കർ എന്നല്ല, 80 ഏക്കർ എന്നല്ല പറഞ്ഞത്. മൊത്തം 80. മൊത്തം 100? 100ആണ്. അപ്പൊ എന്റെ വല്യപ്പം 50 കൊടുത്തേക്കൂല്ലേ? മുതലായില്ലേ? എന്തിനാണ്? എങ്ങനെ മുതലാക്കണ്ടേ? എങ്ങനെ ഞാൻ പറയുമ്പോ ഒന്ന് എടുക്ക. വിദേശ രാജ്യമാണ്. ഒരു വെള്ള ബുള്ളറ്റിന് അല്ല ചിത്രമാരം കാടത്തില് പരിശോധിക്കാം. പെർമിഷൻ അതേന്നു ഇവിടെ ആ ഇവിടെ കൊറേ തെങ്ങിന് വില അല്ലെന്ന് വെച്ചതിനും തോന്നുന്നു. തെങ്ങിനല്ല, തേങ്ങ നമ്മള് ചവിട്ടിയില്ല. അതൊക്കെ അവിടെ ഇട്ടതാ. മുളക്കാൻ വേണ്ടിട്ട്. പക്ഷെ തെങ്ങൊക്കെ വലുതായപ്പോ തേങ്ങക്ക് വില പറഞ്ഞു. എത്ര 100 ഏക്കർ തൊള്ളി നടക്കണ്ട.
ഇവിടെ പന്നികളുണ്ട്. പന്നില്ല, ആനണ്ട്, ആന ആന ആന. വേണ്ട വേണ്ട വേണ്ട. ഇജ് പറഞ്ഞല്ലോ പോകും. പൂട്ടിപ്പോ ഭയങ്കര വെയിലാണ് ഗോയ്സ്. വെയിലെന്നെ ഉള്ളു. ബോയ്സിനാണ് നമ്മളെ കഞ്ചോണം അത് എടുക്കണ്ടത്. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലാണ്. അയ്യോ ജണ്ടല്ലോ കേട്ടോ. ഇതിഞ്ഞിപ്പോ എന്താ സാധനാവോ? ഒരു കോമഡി ഉണ്ട് ഇവിടെ. എന്താണ് ഒന്നുകൂടെ അടിച്ച് എന്താണ് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കോമഡി അടിച്ചെന്ന് പറയും. കോമൺ അടിച്ച പറഞ്ഞ തണ്ടൊക്കെ മൂക്കാവുമ്പോ തിന്നാനൊക്കെ മടിയാണ്. CO5 കുറച്ചും കൂടി മധുരമുള്ള തണ്ടുമാണ്. അതുപോലെ പൂക്കാനൊക്കെ കരിമ്പാണോ? കന്നാലികൾക്ക് തിന്നാൻ കൊടുക്കും. പുല്ല് പുല്ല് പുൽത്തൈല ഉണ്ടാക്കണ ഇതുകൊണ്ടാണ്. പുൽത്തൈല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ കൃഷിക്ക് എന്തോ പറയില്ലേ ഇങ്ങനെ? മൾച്ചിങ് രീതിയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഇതില് ചെയ്തത് വെണ്ടയാണ്, ആനക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെണ്ടയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അതിന് പൈപ്പ് കണ്ടില്ലേ ഇതിൽ കയറി പോകുന്ന. അപ്പൊ നമുക്ക് മുകളിൽ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, അതിനകത്തൊരു മോട്ടർ ഉണ്ട്, അതിന് വരുന്ന പ്രഷറിൽ വരുന്നതാണ് ഈ വെള്ളം. അപ്പൊ നമ്മളെല്ലാ ദിവസവും ഒന്നും ഈ കൃഷിയിലേക്ക് ഇവിടെ വന്നിട്ട് ഈ പ്ലോട്ടിലേക്ക് വന്ന് ഇതിന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അവിടുന്ന് തന്നെ അതിന് വളം കൊടുക്കാം. നമ്മളെ പ്ലോട്ട് എത്ര വലുതാണെങ്കിലും അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയ അത് അവിടെ മോട്ടോർ നിൽക്കുന്ന സ്ഥലത്ത് ഫെർട്ടിഗേഷൻ യൂണിറ്റ് എന്നാണ് അതിന് പറയുക. ആ യൂണിറ്റിന്റെ അവിടെ തന്നെ നമുക്ക് വെള്ളം വളമൊക്കെ കൊടുക്കാം. അതൊക്കെ ഇതിലേ വന്നിട്ട് ഓരോന്നിനും ആവശ്യമായ ഡ്രിപ്പായിട്ട് ഇതിന്റെ ചുവട്ടിൽ വീഴും. അങ്ങനെ പിന്നെ അതുപോലെ പുല്ലിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കൃഷി തുടങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പുല്ലാണ്, കാട്, വീഡ്സ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക. നമ്മളിപ്പോൾ ഫുഡ് ഗ്രെയിൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടം വരുന്ന എലികളിൽ കൂടെയാണ്. നമ്മൾ അറിയാത്തൊരു കാര്യമാണത്. വെയർ ഹൗസുകളിലൊക്കെ എലികൾ നമ്മളെ ഫുഡിന്റെ വലിയൊരു ഭാഗം എടുത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ചെടികളിൽ അവരെ എലികളാണ് വീഡ്സ്. നമ്മൾ ഇതിന് കൊടുക്കുന്നതിന്റെ 30% വളവും വെള്ളമൊക്കെ അവരെടുക്കും. അവർക്ക് റൂട്ടൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആണ്, മത്സരിക്കാനൊക്കെ ഉള്ള ശേഷി കൂടുതലാണ്. അപ്പൊ ആ വീഡ്സിനെ കൺട്രോൾ ചെയ്യാന്നുള്ളൊരു വലിയൊരു ഗുണം കൂടി നമുക്ക് ഇതിൽ കിട്ടും. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ ഈ പൈപ്പ് പോകുന്നത്. നമ്മൾ ആ ഫെർട്ടിഗേഷൻ യൂണിറ്റിൽ അവിടെ വളം കൊടുക്കുന്നതോട് കൂടിയിട്ട്, വളം എന്ന് പറയുമ്പോൾ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള, ഇതിനായിട്ട് പ്രത്യേകം തന്നെ ഉണ്ട്. അപ്പോൾ കുറഞ്ഞ അളവ് മതി. അതിലേക്ക് വരുമ്പോൾ കൃത്യമായ അളവിൽ എല്ലാവർക്കും ഒരേപോലെ ഡ്രിപ്പ് കിട്ടും. ഈ ഇതിന്റെ അറ്റത്തൊരു ഡ്രിപ്പറുണ്ട്. അത് നമ്മൾ എത്ര ലിറ്റർ പെർ ഹവറിനാണ് അങ്ങനെ കണക്കാക്കുക. ഒന്നിന് വെള്ളം 8 ലിറ്റർ പെർ ഹവറിന് അങ്ങനെയൊക്കെയാണ് അതിന്റെ ഓരോ ചെടിക്ക് അനുസരിച്ചുള്ള ഡ്രിപ്പറാണ് കൊടുക്കുക. അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പൊട്ടിയ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പൊട്ടിയാലൊക്കെ പുറത്തേക്കൊക്കെ വെള്ളമൊക്കെ തെറിച്ചു വരും. അങ്ങനെ പൊട്ടൂല. ഒരു പൈപ്പ് അതങ്ങനെ പൊട്ടില്ല. ഇത് നമുക്കൊരു കുറെ കാലങ്ങൾ ഉപയോഗിക്കാം. ഏകദേശം ഒരു 10 വർഷത്തോളം തന്നെ ഉപയോഗിക്കാം. മൾച്ചിങ് ഷീറ്റ് നമുക്കൊരു 3 വിള നിർബന്ധമായിട്ടും അതിൽ കിട്ടും. ഇത് ചെയ്തത് നിലമ്പൂര് VHSC അഗ്രികൾച്ചർ പഠിക്കുന്ന കുട്ടികൾ, അവര് പ്ലോട്ടായിട്ട് അവർ ചെയ്തതാണ് കേട്ടോ. അത് നിലമ്പൂര് VHSC രാത്രി കാലം അല്ലെ ചൂട് അതെത്ര കൊണ്ട് തരാം. പിന്നെ നമുക്കും പൈപ്പിടാ ടീച്ചർ എന്നല്ലേ നമുക്കും പൈപ്പിടാം. പൈപ്പിടേണ്ട പഠിക്കാം. അല്ല ഈ പ്ലാസ്റ്റിക്കിന് കുഴപ്പമില്ല. ചെങ്ങല്ല എന്താ കാട്ടുക, പൈപ്പ് ഇട്ടാ പെട്ടെന്ന് തീരുമാനമാവും. പ്രൊജക്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അഗ്രി ചെയ്ത 2 പേരുടെ പ്രൊജക്ട് ചെയ്തത് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവര് നല്ലൊരു പ്രൊജക്ട് കൊടുത്തു ഈ ഡ്രിപ്പ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ 2 പേർക്കാണ് അത് പാസ്സായത്. ഏകദേശം 50,000 രൂപ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടി. 50,000 രൂപ കിട്ടുകയാണെങ്കിൽ ചെയ്യൂ. എന്താണ് ഈ ഒരു പ്രത്യേക കൃഷിനോട് പറയാനുള്ളത്?
ഇജ്ജ് പറയണം. ഭയങ്കര ചൂട്, വേറെ ഒന്നുമില്ല. ജൈവവളം ഗോമൂത്രാണ്. നിക്ക് ആന്റെ ഫേഷ്യലൊക്കെ ചെയ്തിക്കണ്. എങ്ങനെയുണ്ട്? കുറച്ച് ഗോമൂത്രം കുടിച്ച പച്ചവെള്ളം നല്ല അവിടുന്ന് ഒഴിച്ച് കുത്തിരിക്കാണ്. ഈ പൈപ്പിനുള്ളിൽ നോക്കിയാ പായല്, പൂപ്പല്, ഫംഗസ് മുതൽ A to Z വരെയുള്ള വിറ്റാമിൻ നമുക്ക് എവിടെ ഷോറൂമിലേക്ക് പറ രണ്ട് ടയറുണ്ട് വണ്ടിക്ക്, 2 ഹാൻഡില്, 2 മിററ്, നമ്പർ പ്ലേറ്റ് ഉണ്ട്. അതാണ് 2008 മുതൽ സാധനം, സിംഗിൾ ഓണർഷിപ്പ്, കച്ചറ മുട്ടിലൊന്നുമില്ല, സ്ക്രാച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. ടയർ രണ്ടും പക്കിയാണ്. ആണെങ്കിൽ നോക്കാട്ടോ, ടയർ പക്കിയാണ്. പിന്നെ 2025 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യേട്ടൻ വന്ന് എടുക്കുന്നതാണ് വന്നേ. സൂര്യേട്ടൻ വരും. സൂര്യേട്ടൻ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോ വന്ന് എടുക്കുന്നതാണ് പറഞ്ഞത്. ലോണിന് കൊടുക്കണ്ടോ? ലോണില്ല, ലോണും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കൊറേ കംപ്ലൈന്റ് ഉണ്ടല്ലോ കോലക്ക്. ഇത് 71 എല്ലാണ്. 71 എല്ലാണ്. അപ്പൊ എന്താ പോയപ്പം എല്ല് സീന ലൊട്ടയാണോ? എല്ലില് എല്ല് മാത്രമേ ഉള്ളൂ. നമ്മളെ വിളിക്കണ്ട് റിവ്യൂ കഴിഞ്ഞു. വാ വാ വാ.